മെസ്സിയുടെ പിറന്നാൾ ഒരുപാട് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളുടെ സ്റ്റാറ്റസ് മുഴുവനും മെസ്സിയുടെ ഫോട്ടോയും വീഡിയോസുമാണ്. ഫുട്ബോൾ വിരോധിയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഫുട്ബോൾ കളിക്കണമെന്നും ഫുട്ബോൾ കളിച്ച് ആരോഗ്യം നേടണമെന്നും ആഗ്രഹിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് ചെറുപ്പത്തിൽ കളിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഫുട്ബോൾ ഒരിക്കലും ഹറാമാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഫുട്ബോൾ നമുക്ക് കളിക്കാം, പക്ഷേ ഇന്നമൽ ബിന്നിയാത്ത് എന്നുള്ള ഒരൊറ്റ നിയത്ത് മാത്രം മതി നമുക്ക്. ആ നിയത്തിലൂടെ നമുക്ക് എക്സസൈസിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന്റെ ഉന്മേഷത്തിന് വേണ്ടി നമുക്ക് ഫുട്ബോൾ കളിക്കാം, മറ്റുള്ള കളികൾ കളിക്കാം, തെറ്റില്ല. പക്ഷേ ഈ ഫുട്ബോൾ ഒരു ബിസിനസ്സായി, അതിനൊരു പ്രൊഫഷനായി കണ്ട് അത് കളിച്ച് വലിയ ലോകോത്തര താരങ്ങളായ മെസ്സിയെ പോലെ, നെയ്മറിനെ പോലെ, റൊണാൾഡോയെ പോലെയുള്ളവരുടെ ബർത്ത്ഡേ വരുമ്പോൾ അത് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട്, സ്റ്റോറി ഇട്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന മനസ്സ്, ആ ഒരു മനസ്സ് മദീനയോടും നമ്മൾ കാണിക്കാം. വിശുദ്ധമായ റബീഉൽ അവ്വൽ വരാൻ 3 മാസമേ ഉള്ളൂ. ഈ സ്റ്റാറ്റസ് ഇട്ട് ആരുടെയും സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒരു മധുഹോ എന്തുവരെ മുത്തുനബി തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12 പോലും നിബിതങ്ങളെ കുറിച്ചൊരു മധുഹോ അല്ലെങ്കിൽ നിബിതങ്ങളെ കുറിച്ചൊരു വചനമോ ആരും സ്റ്റോറിയോ സ്റ്റാറ്റസോ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് യാഥാർത്ഥ്യമല്ലേ? മുത്തുനബിയാണ് നമുക്ക് രക്ഷയായുള്ളത്. മരണത്തിന്റെ വേളയിൽ പോലും മുത്തുനബിയാണ് നമുക്ക് വേണ്ടി കരഞ്ഞത്. നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന ഈ കളിക്കാർ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രൊഫഷനായി എടുത്ത വലിയ വലിയ കളിക്കാർ, അവരാരും നമ്മളെ കണ്ടിട്ടില്ല, അവരാരും നമുക്ക് വേണ്ടി സംസാരിക്കുകയില്ല, അവരാരും നമ്മെ പരിഗണിക്കുകയില്ല. എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്? ഞാൻ ഫുട്ബോളിനെ കുറ്റം പറയുന്നവരല്ല, ഫുട്ബോളിനെ കുറ്റം പറയാൻ എനിക്ക് കഴിയുകയുമില്ല. പക്ഷേ നമ്മൾ അവരുടെ ആരാധകന്മാരായി പോകരുത്. നമുക്ക് ആരാധിക്കാനുള്ളത് റബ്ബിനെ മാത്രമാണ്, നമുക്ക് സ്നേഹിക്കാനുള്ളത് മുത്തുനബിയെ മാത്രമാണ്. പക്ഷേ നമ്മുടെ സ്നേഹം മുത്തുനബിക്ക് ആരും നമ്മെ തിരിഞ്ഞു നോക്കുകയില്ല, അവരാരും നമ്മെ അറിയുക പോലുമില്ല. പക്ഷേ ഇതെല്ലാം നമ്മളെ കണ്ടുകൊണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോഴും അവിടെ നമ്മെ നോക്കിക്കാണുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് മദീനയിലെ മുത്തുനബി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലി മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിച്ച് മറ്റുള്ളവരുടെ ജന്മദിനം ആഘോഷിക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. കാരണം നമുക്ക് അവിടെ ആഗ്രഹത്തിൽ നമുക്ക് തുണയായുള്ള മുത്തുനബി മാത്രമാണ്. വേറെ ആരും നമ്മെ തിരിഞ്ഞു നോക്കുകയില്ല. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണമെന്ന വിശ്വാസത്തോടെ. ഇത് ആരെയും കുറ്റം പറയാനുള്ള വീഡിയോ ഒന്നുമല്ല, എൻ്റെ ഒരു ആശയം പങ്കുവെച്ച് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വീഡിയോയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും.